തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതോടെ കൊല്ലം ജില്ലയിൽ പലയിടത്തും പ്രവർത്തകരുടെ ഇടയിൽ അതൃപ്തി പ്രകടമാണ്. എന്നാൽ തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിലെ പേരയം വാർഡിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ലെങ്കിലും ബി.ജെ.പി. മെമ്പറായ വസന്തകുമാരി പ്രചാരണം ആരംഭിച്ചു. ബി.ജെ.പി. ഇത്തവണ പുതിയ സ്ഥാനാർത്ഥിയെ മത്സരരംഗത്തിറക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ തന്റെ പാർട്ടി പറയാതെയാണ് മെമ്പർ വോട്ട് ചോദിക്കുന്നത്. പുതിയ സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിച്ചാൽ സ്വതന്ത്രയായി മത്സരിക്കാനാണ് വസന്തകുമാരിയുടെ തീരുമാനം. ഇത്തവണയും ഞാൻ നിൽക്കാൻ തീരുമാനിച്ചു. പക്ഷെ തീരുമാനിച്ച സമയത്ത് എനിക്ക് ചിഹ്നം തരത്തില്ല എന്ന്, അതായത് താമര ചിഹ്നം തരത്തില്ല എന്നാണ് എൻ്റെ ഇവിടുത്തെ ബി.ജെ.പി. പ്രവർത്തകർ പറയുന്നത്. പക്ഷേ ഞാൻ നിൽക്കാൻ തീരുമാനിച്ചതിൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ എൻ്റെ വാർഡിലെ ജനങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ നിൽക്കണമെന്ന്. തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡായ പേരയത്ത് കഴിഞ്ഞ 25 വർഷമായി ബി.ജെ.പിയുടെ മെമ്പറാണ് വസന്തകുമാരി. ഓരോ തവണ മത്സരിക്കുമ്പോഴും ജനപിന്തുണ കൂടി വരുന്നതിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ഭൂരിപക്ഷം തെളിവാണെന്ന് മെമ്പർ പറയുന്നു. ഇത്തവണയും മത്സരിക്കാനായി തീരുമാനിച്ചെങ്കിലും ബി.ജെ.പി. പ്രാദേശിക നേതൃത്വം പുതിയ ഒരാൾ മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിലാണ്. ഞാനും എൻ്റെ അണ്ണനും കൂടെ പോയാണ് എല്ലായിടവും ബുക്കിടടിക്കുന്നത്. ആ ബുക്കിടടിച്ച സ്ഥലത്ത് തന്നെ ഒരിടത്ത്, ഞാൻ ഇപ്പം പറയാതിരിക്കാകത്തില്ല, ഒരു സ്ഥലത്തൊന്ന് വെള്ളയടിച്ച് എൻ്റെ ഹസ്ബൻഡ് പോയി വെള്ളയടിച്ചിട്ട് വസന്ത ബാലേന്ദ്രന് സ്വാഗതം. ഒരു ചിഹ്നം എഴുതിയില്ല, ഒന്നും എഴുതിയില്ല, ഒരു പാർട്ടി എഴുതിയില്ല, ഒന്നും എഴുതിയില്ല. അവിടെ പോയിട്ട് അവിടെ അവന്മാർ നോക്കിക്കൊണ്ട് എൻ്റെ ബി.ജെ.പിക്കാർ പോയിട്ട് എൻ്റെ പേർ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. തന്നെ വിജയിപ്പിക്കണമെന്ന അഭ്യർത്ഥനയുമായി പോസ്റ്ററുകളും ചുവരെഴുത്തുകളും വസന്തകുമാരി മെമ്പർ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ആ പോസ്റ്ററുകൾ കീറിമാറ്റി പകരം ബൈജു പുതുച്ചിറ എന്ന പുതിയ സ്ഥാനാർത്ഥിയുടെ ചിത്രങ്ങൾ പഞ്ചായത്തിൽ പലയിടത്തും കണ്ടു തുടങ്ങി. അപ്പോഴും വസന്തകുമാരി മെമ്പർ പിന്മാറാൻ തയ്യാറല്ല. ബി.ജെ.പി. പ്രവർത്തകർ കൂടെയില്ലെങ്കിലും ഒറ്റയ്ക്ക് വോട്ട് ചോദിച്ച് വീടുകൾ തോറും കയറി തുടങ്ങി. വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മെമ്പർ വോട്ട് ചോദിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുമ്പോൾ മാത്രമാണ് പാർട്ടിയുടെ പേരിന് പ്രസക്തിയെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എല്ലാവരെയും തുല്യരായി കാണണമെന്നതുമാണ് വസന്തകുമാരി മെമ്പറുടെ രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ ബി.ജെ.പി. ഇത്തവണ ഒഴിവാക്കിയാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും വസന്തകുമാരി മെമ്പർ പറയുന്നു. ഒരു വോട്ടർപട്ടിക പേര് ചേർക്കാനോ ഒരു ലഘുരേഖ കൊടുക്കാനോ എന്നെ വിളിക്കാഞ്ഞതാ. ഇത് എൻ്റെ നേതൃത്വം അറിയണം. ഒരു ലഘുരേഖ കൊടുക്കാൻ പോലും എന്നെ വിളിച്ചിട്ടില്ല. അതിൻ്റെ കാര്യം എന്താ? ഞാനൊരു മെമ്പറല്ലേ, ഞാൻ ബി.ജെ.പിയുടെ മെമ്പറല്ലേ. ഞാൻ എന്തെങ്കിലും എൻ്റെ കൊള്ളരുതായ്മ ഉണ്ടെങ്കിൽ അവർ ചൂണ്ടിക്കാണിക്കട്ടെ, ഞാൻ മാറാം. പക്ഷേ അല്ലാത്ത പക്ഷം വസന്ത മെമ്പർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ അങ്ങനെ. അമൃത ന്യൂസ്, കൊല്ലം.